കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. ഈ വാക്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വചനങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാൻ മറന്നുപോലെ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു ഗാനം കേൾക്കാം. സ്തുതി മനമേ നിത്യവും ജീവനാഥനേശു, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറായി. അടുത്ത ഗാനം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായിരിക്കുമ്പോൾ സാധു ഞാൻ ശോണിതങ്ങൾ ക്ലേശിപ്പാൻ. ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു, വൈഷമ്യമുള്ളേതുക്കുന്നു കരകേറി നടക്കും. രക്ഷകനൻ കാലുകൾ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോടിടുന്നു. ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നു മാനസത്തിലാദിപോട്ടു കേറിപ്പാൻ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയായി. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്തു ദൈവദൂത വന്നിടും. ഏറ്റവും സ്നേഹച്ചൂടോ അപ്പവുമായി വന്നിടും. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, നാളെയെ കൊണ്ടൻ മനസ്സിൽ യവലേശം ഭാരം. ഓരോ നാളും ദൈവമെന്നെ പോറ്റും. കാക്കകളെ വിചാരിപ്പില്ല, കൊയ്ത്തുമില്ല, ദൈവമാവയ്ക്കാൽ വേണ്ടതെല്ലാം നൽകും. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകും. പത്മദ്വീപിൽ ഞാൻ ഏകനായി വസിച്ചാൽ സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യും. എന്നാലേ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.